അവനാന്റെ ഷെഡി സ്വന്തമായിട്ട് ഊരിയിട്ടൊന്ന് കുടഞ്ഞിട്ട് മാറ്റിയിടാൻ വേണ്ടിയിട്ട് തന്നെ മിനിമം ഒരു 15-20 സെക്കൻഡ് എടുക്കണം ഇന്നത്തെ കാലത്ത്. വൈകുന്നേരം 4 മണിക്ക് ലാലിന്റെ കമ്പനിയിൽ പോയിട്ട് അവിടുന്ന് ശമ്പളം കൈപ്പറ്റിയിട്ടുള്ള സുനി ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് 2 വണ്ടിയും ഒരു കുണ്ടിയും 4-5 കുണ്ടന്മാരും ഒക്കെ കൂട്ടിയിട്ട് നടിനെ തട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. തട്ടിക്കൊണ്ടതിന് ശേഷം കുണ്ടിക്ക് ഞെണ്ടിറക്കിയമായി എറണാകുളം അങ്ങാടിയിലെ ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിൽ കൂടി തെണ്ടി നടക്കുകയാണ്. 2-2.25 മണിക്കൂറോളം ഒരു പ്രാന്തനെ പോലെ എന്ത് കാട്ടണം, എങ്ങനെ പീഡിപ്പിക്കണം എന്നുള്ളത് പോലും അറിയാതെ നായി പായണമായി പാഞ്ഞിട്ട് അവസാനം കാക്കനാട് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് മാഗി നൂഡിൽസ് ഉണ്ടാക്കണമായി ഇൻസ്റ്റന്റ് പീഡനം നടത്തിയിട്ട് 4 മണിക്ക് സുനി പോയിട്ട് ശമ്പളം വാങ്ങിയിട്ടുള്ള അതേ ലാലു മുതലാളിന്റെ വീടിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ് നടിനെ ഇറക്കിവിടാൻ. നടിനെ കൊണ്ടുവരാൻ പോയിട്ടുള്ള മാർട്ടിനും തട്ടിക്കൊണ്ടാൻ പോയിട്ടുള്ള സുനിയും രണ്ടാളും പുറപ്പെട്ടുള്ളത് ലാലു മുതലാളിന്റെ ഓഫീസിൽ നിന്നാണ്. പോയിട്ടുള്ളത് ലാലു മുതലാളിന്റെ സ്വന്തം വണ്ടിയിലാണ്. നടി എറണാകുളത്തേക്ക് വന്നെന്ന് പറയുന്നത് ലാലു മുതലാളിന്റെ സ്വന്തം പടത്തിന്റെ പ്രൊമോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട നടിയും കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഡ്രൈവറും തട്ടിക്കൊണ്ടുപോകാൻ പോയ ഡ്രൈവറും ലാലു മുതലാളിന്റെ ശമ്പളം വാങ്ങുന്ന പണിക്കാരാണ് എന്നുള്ളതാണ് ആകത്തുക. ഈ ഒരു വിഷയത്തിൽ അതിജീവിതനെ കുറ്റം പറയാൻ ഞാൻ എന്തായാലും വെക്കല. ലാലു മലയാളി ഇതിന്റെ പുറകിലാണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാന്നുള്ളൂ. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക്. ഇതിന്റെ ഫലമായിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ നടിനെ തട്ടിക്കൊണ്ടുപോകാൻ പോയിട്ടുള്ള പ്രതികളെ രീതികളും 2 വണ്ടികളും ഓടിച്ച ഒരു പാറ്റേണും സുനിന്റെ ട്രാവലറിലുള്ള സൗകര്യങ്ങളും മാത്രമല്ല ഇവരെ യാത്രയുടെ ഒരു ഭൂരിഭാഗം സമയത്തും നടിന്റെ വണ്ടിയിൽ ഒരു പ്രൈവസി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ട്രാവലറിൽ മിക്കവാറും സമയത്ത് 3 ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്കിൽ 2 ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രൈവസിയിൽ ഇടപഴകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. നടിനെ ഒരിക്കൽ പോലും ട്രാവലറിൽ കയറ്റാൻ അവർ തയ്യാറായിട്ടില്ല. നടി കയറിയൊന്നും പറഞ്ഞില്ല. മാർട്ടിനെ അവർ കൊണ്ടുപോയിട്ട് ട്രാവലറിൽ കയറ്റിക്കണം. സുനി ഭൂരിഭാഗം സമയത്തും ട്രാവലറിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് കണക്കൂട്ടി നോക്കുന്ന സമയത്ത് ഇവര് ശരിക്കും ലക്ഷ്യം വെച്ചത് നടിനെ തന്നെ ആണോ എന്നുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നത്. സുനിന്റെ ആ ഒരു ഫേസ് കട്ടും ആ ഒരു മീശയില്ലാത്ത മോന്തിയും മാർട്ടിന്റെ ആ ഒരു മുഞ്ചും ആ ഒരു സുണ്ടും ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാർട്ടിന് നടിനെ കൂട്ടാൻ വേണ്ടി പോയി. ആ സമയത്ത് സുനിനെ തെരഞ്ഞു വന്ന 4 കസ്റ്റമേഴ്സാണ് മറ്റു 4 പ്രതികൾ. സുനിക്ക് ഒറ്റയ്ക്ക് വില 4 ആൾക്കാരും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ സുനി പറഞ്ഞു 2 ആൾക്കാർക്ക് ഞാൻ തരാം, ബാക്കി 2 ആൾക്കാർക്ക് വേറൊരു ചങ്ങായിട്ട് ഓന് തൃശ്ശൂർ പോയതാണ്, ഓൻ തൃശ്ശൂരിൽ നിന്ന് ഒരാളെടുത്തിട്ട് ഓൻ ഇങ്ങോട്ട് വരും, ഓനെ ഞാൻ സെറ്റാക്കി തരാമെന്ന്. പക്ഷേ വന്ന ആൾക്കാർക്ക് സമയമില്ല, അവരെ കാത്തുക്കാനൊന്നും സമയമില്ല എന്ന് സുനിനോട് ട്രാവൽ എടുക്കാൻ പറഞ്ഞ് മാർട്ടിനെ തേടിക്കൊണ്ട് ഉള്ള യാത്രക്കടയിൽ അത്താണിയിൽ വെച്ചിട്ട് മാർട്ടിൻ സഞ്ചരിക്കുന്ന വാഹനം കണ്ടെത്തുകയാണ്. വാഹനത്തിന്റെ പുറകിൽ ഇടിച്ചിട്ട് ഇവര് പറയും ചെയ്തിട്ടുള്ള നടിനോട് ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളല്ല, നമുക്ക് ആവശ്യം മാർട്ടിനാണെന്ന് പറയും ചെയ്തിട്ടുണ്ട്. നടിനെ തട്ടിക്കൊണ്ട് വന്ന് വിചാരിച്ച് നടി മേടിച്ചിരിക്കുന്ന സമയത്ത് മാർട്ടിനെ വലിയ ട്യൂൺ ചെയ്യുന്ന നടി കണ്ടില്ല. ഇവർക്ക് വഴങ്ങി കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് കണ്ട മാർട്ടിന് ട്രാവലറിൽ പോയിട്ട് കയറി കൊടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനെ തട്ടിക്കൊണ്ട് ഈ പാരച്ചൂട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത പഴംപൊരി ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ അടിക്കാനുള്ള കുണ്ടന്നൂർ ലഹളയിൽ നടി അറിയാതെ പെട്ടുപോയതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.